നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കനത്ത ചൂടിലൊരുങ്ങി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെട്ടേക്കും. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് പുലിയിറങ്ങിയത്. പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നു. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 19 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. 3 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത ചൂടിലൊരുങ്ങി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിൽ ഒന്നായി കൊല്ലം മാറിക്കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. വായുവിലെ ഈർപ്പവും ചൂടും ഒരുമിച്ച് വരുന്നതിനാൽ യഥാർത്ഥ താപനിലയേക്കാൾ 5 മുതൽ 7 വരെ ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പുറം ജോലികളിൽ ഏർപ്പെടേണ്ടി വരുന്ന നിർമ്മാണ തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഗിഗ് തൊഴിലാളികൾ, വഴിയോര വിൽപ്പനക്കാർ തുടങ്ങിയവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ചൂട് കൂടുതലാണെങ്കിലും അൾട്രാവയലറ്റ് സൂചികയിൽ കൊല്ലം ജില്ലയിൽ നിലവിൽ കുറവുണ്ടായിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള ഓറഞ്ച് അലർട്ട് പട്ടികയിൽ നിന്ന് യെല്ലോ അലർട്ടിലേക്ക് ജില്ല മാറി. എങ്കിലും ജാഗ്രത അനിവാര്യമാണ്. UV ഇൻഡെക്സിൽ 8-ൽ നിന്ന് 7-ലേക്കാണ് കുറഞ്ഞത്. സൂര്യപ്രകാശത്തിനൊപ്പം ഭൂമിയിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ അളവാണ് ഈ സൂചിക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. വെയിൽ കനത്തതോടെ ചൂടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നുമുള്ള വാട്സാപ്പ് സന്ദേശമാണ് പ്രചരിക്കുന്നത്. കേരളത്തിൽ താപനില 54 ഡിഗ്രിയാകുമെന്ന് ഇതുവരെയും കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകൾ പ്രവചിച്ചിട്ടില്ല. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ചൂടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ് പുനലൂരിനെ കനലാക്കി നിലനിർത്തുന്നത്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടതും എന്നാൽ താഴ്ന്ന പ്രദേശമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഇടമാണ് പുനലൂർ. ഇത് കാറ്റിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുകയും ചൂടുള്ള വായു അവിടെ തന്നെ തങ്ങി നിൽക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മലനിരകൾക്ക് താരതമ്യേന ഉയരം കുറവായതിനാൽ ആര്യങ്കാവിലൂടെ തമിഴ്നാട്ടിലെ കാറ്റ് കടന്നു വരുന്നതും തീരപ്രദേശത്ത് നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ തണുത്ത കടൽക്കാറ്റ് ഇവിടേക്ക് എത്താത്തതും താപനില ഉയരാൻ ഇടയാക്കുന്നു. മഴമേഘങ്ങളുടെ സാന്നിധ്യമില്ലാത്തതും ചൂടുകൂടാൻ കാരണമാണ്. വടക്കൻ അറബിക്കടലിൽ നിന്നുള്ള എതിർചക്രവാതവും ചൂടുകൂടിയ വായു സഞ്ചാരവും ചൂട് വർദ്ധിക്കാൻ മറ്റൊരു കാരണമാണെന്നും കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ പറയുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ തിങ്കളാഴ്ച 36.6 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. വിഷു പടിവാതിൽക്കൽ എത്തി നിൽക്കെ വിപണികൾ സജീവം. കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഏറെ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. കണിയൊരുക്കാനായി കണിവെള്ളരി ഉൾപ്പെടെ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുവിന്റെ ഭാഗമായി കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വിപണിയിൽ സജീവമാണ്. കണിയൊരുക്കാൻ കണിവെള്ളരികൾ ധാരാളമായി വിപണിയിലെത്തിയിരിക്കുന്നു. കിലോയ്ക്ക് 40 രൂപ വരെയാണ് വിലയുള്ളത്. വിഷുവിന്റെ പ്രധാനപ്പെട്ട ഘടകമായ കൊന്നപ്പൂക്കൾക്കും ആവശ്യക്കാർ ഏറെയാണ്. വിപണികളിലും ഇപ്പോൾ കൊന്നപ്പൂക്കൾ ലഭ്യമാണ്. പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത കൊന്നപ്പൂക്കളും ഇപ്പോൾ ഉണ്ട്. കണിയൊരുക്കാനുള്ള വിവിധങ്ങളായ ഫലങ്ങളും വിപണിയിൽ സജീവമാണ്. പൈനാപ്പിളും മാമ്പഴവും ഉൾപ്പെടെ വിവിധ ഇനം ഫലവർഗ്ഗങ്ങളും വിപണിയിലുണ്ട്. ചിലയിടങ്ങളിലാകട്ടെ വിഷുവിന് പ്രത്യേകമായ കിറ്റുകളും തയ്യാറാക്കി നൽകുന്നു. കുടുംബശ്രീകളുടെ നേതൃത്വത്തിലുള്ള വിപണികളിൽ 250 രൂപ നിരക്കിലാണ് വിഷു കിറ്റുകൾ നൽകുന്നത്.
എന്തായാലും വിഷുവിനെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ് ഓരോ മലയാളിയും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 19 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 3 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണനല്ലൂർ, മുഖത്തല, നെടുമ്പന സ്വദേശികളാണ് അറസ്റ്റിലായത്. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് 19 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. കണ്ണനല്ലൂർ ഷർമി മൻസിലിൽ ഷഹാർ, മുഖത്തല പാങ്കോണം കടയിൽ വീട്ടിൽ അജ്മൽ, നെടുമ്പന അജ്മൽ മൻസിലിൽ അമൽ എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. തടത്തൽ ജംഗ്ഷന് സമീപത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കളുടെ സംഘം തട്ടുകട ജീവനക്കാരനെയും സമീപത്ത് നിന്നിരുന്ന ആളെയും ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഷഹാർ കത്തികൊണ്ടും അജ്മൽ കമ്പിവടി കൊണ്ടും ഇവരെ ആക്രമിച്ചു. ഇവർ നടത്തിയ അക്രമം ഫോണിൽ ചിത്രീകരിച്ചു എന്നാരോപിച്ചാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബിനു എന്ന യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇയാളുടെ ഫോണും തകർത്തു. തുടർന്ന് പ്രതികൾക്കെതിരെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന 2 പേരെക്കുറിച്ച് കൂടി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ACP അനുരൂപിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ SI ഇൻസമാം, CPOമാരായ ചന്തു, അരുൺകുമാർ, ഹരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മക്കളോട് പിണങ്ങി ജീവനൊടുക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയ വയോധികന് രക്ഷകരായി ജീവകാരുണ്യ പ്രവർത്തകരും പോലീസും. ആലപ്പുഴ അരൂർ സ്വദേശിയായ കരുണാകരനാണ് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും രക്ഷകരായത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPF ആണ് ഇയാളെ കണ്ടെത്തിയത്. ദിവസം നമ്മുടെ കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരു 56 വയസ്സുള്ള ചേട്ടനാണ്. അപ്പോൾ ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ ഫാമിലി, ബന്ധുക്കളും മക്കളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അവരുടെയൊക്കെ വീട്ടിൽ കയറ്റാതെയും അവരുടെയൊക്കെ ഉപദ്രവം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചാണ്. 2-3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ട് അവസാനം നമ്മുടെ കൈകളിലെത്തി. അങ്ങനെ നമ്മള് ഗണേശേട്ടനെ വിളിച്ചിട്ട്, ഗണേശേട്ടൻ ശ്യാം ഉണ്ട്, അവരെ വിളിച്ചിട്ട് ഏൽപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് ഹൃദയപൂർവ്വം സുരക്ഷിതമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മക്കൾ സംരക്ഷിക്കാത്തതിനാൽ ആർക്കും ഭാരമാകാനില്ലെന്ന് തീരുമാനിച്ച് ജീവനൊടുക്കാനായി വീട്ടിൽ നിന്നുമിറങ്ങിയ വയോധികനാണ് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും രക്ഷകരായത്. ആലപ്പുഴ അരൂർ ലക്ഷംവീട് ഉന്നതിയിലെ കളപ്പുരയ്ക്കൽ കരുണാകരൻ എന്ന 85 വയസ്സുകാരനാണ് ജീവനൊടുക്കാനായി വീട്ടിൽ നിന്നുമിറങ്ങിയത്. എറണാകുളത്തും കോട്ടയത്തും മീനച്ചിലാറിന്റെ തീരത്തും ജീവനൊടുക്കാൻ ശ്രമം നടത്തി. എറണാകുളത്തേക്ക് കായലിൽ ചാടാൻ ശ്രമിച്ചെങ്കിലും കമ്പിവേലി തടസ്സമായതോടെ അതും പരാജയപ്പെട്ടു. ഇവിടെ നിന്ന് പോലീസ് രക്ഷപ്പെടുത്തി കോട്ടയം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മകന്റെ ഫോൺ നമ്പർ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആരും എത്തിയില്ല. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ കരുണാകരൻ ട്രെയിനിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര തുടരുകയായിരുന്നു. ഒടുവിൽ കൊല്ലത്തെത്തി. അവരിപ്പോ പോലീസ് സ്റ്റേഷനിലാവും. അവരെ വിട്ടുകാരിയിൽ ആലപ്പുഴ ആദ്യം പരാതി കൊടുത്തു അരൂർ പോലീസ് സ്റ്റേഷനിൽ. അവരെ പിടിക്കല. ഞാൻ അങ്ങനെ തന്നെ എഴുതിയേക്കണം സാറേ. അവരെ ഇത്തിരി പച്ചവെള്ളം ചോദിച്ചാൽ മുഖത്തിട്ട് മരവോളം തുപ്പും. അതൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ. എന്റെ മക്കള് 3 പേരും എന്നെ തല്ലണത്. അത് പിടിയല അറിയോ. ഇവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. തിരിച്ചറിയൽ കാർഡും അനുബന്ധ രേഖകളും നഷ്ടപ്പെട്ടതോടെ വിഷമിച്ച റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന കരുണാകരനെ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത്. കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ റെയിൽവേ പോലീസ് ആത്മഹത്യാശ്രമത്തിൽ നിന്നും ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശനെയും വിളിച്ചു വരുത്തി. ഗണേശൻ, ബാബു, ശ്യാംഷാജി, മനോജ് എന്നിവരുമായി സംസാരിച്ചു. ഒടുവിൽ അഗതി മന്ദിരത്തിൽ താൽക്കാലികമായി പാർപ്പിക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയായിരുന്നു. ശാസ്താംകോട്ടയിലെ ഫാദർ മനോജ് കോശി വൈദ്യന്റെ ഉടമസ്ഥതയിലുള്ള കാർമൽ സ്നേഹനിലയത്തിന്റെ സംരക്ഷണയിലേക്കാണ് കരുണാകരനെ എത്തിച്ചത്. ബന്ധുക്കൾ ആരെങ്കിലും എത്തുന്നതുവരെ ഇദ്ദേഹം സുരക്ഷിതനായി ഇവിടെ കഴിയുമെന്ന് ഫാദർ മനോജ് കോശി വൈദ്യൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്നേഹനിലയത്തിന് പുതിയ ഒരു അതിഥിയെ കൂടി ഇന്ന് പ്രിയപ്പെട്ട ഗണേശേട്ടനും ഞങ്ങളുടെ സ്വന്തം ശ്യാമും കൂടി കൊണ്ടുവരികയാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ളത് നമുക്കൊരു ആത്മനൊമ്പരം തന്നെ. പക്ഷെ ഒരാളെയും കൂടെ കിട്ടുമ്പോൾ ഒരാളെയും കൂടെ കരുതാൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. നമ്മുടെ ഗണേശേട്ടന്റെയും ശ്യാമിന്റെയൊക്കെ അറിവിൽ നിന്നും പകർന്നു തന്നത് ഈ പ്രിയപ്പെട്ട കരുണാകരൻ ചേട്ടൻ, ഞങ്ങളുടെ കരുണാകരൻ ചേട്ടനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി. കേട്ടോ, വിഷമമൊന്നും വേണ്ട. ഇനി ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നിടത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കരുണാകരൻ ചേട്ടന് ഞങ്ങളോടൊപ്പം കുറെ കൂട്ടുകാരുണ്ട് ഇവിടെ. കേട്ടോ,
ഉണ്ട്. താമസിക്കാം. അപ്പോ നല്ലൊരു ദിവസം ആകട്ടെ. പ്രത്യേകിച്ചും നിങ്ങളുടെ ദൗത്യങ്ങൾ തുടർന്ന് തന്നെ പോകട്ടെ. ദൈവം നിങ്ങളുടെ മേഖലയും അനുഗ്രഹിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് പുലി ഇറങ്ങിയത്. കാട്ടുപൂച്ചയെ പുലി ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തു. പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താൻ ശ്രമം തുടരുകയാണ്. ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത്. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് ഞായറാഴ്ച രാത്രി പുലിയെ കണ്ടത്. ബിന്ദു ഭവനിൽ രാധാമണിയുടെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. കാട്ടുപൂച്ചയെ പുലി ഓടിച്ചിട്ട് പിടികൂടുന്നത് വീട്ടുകാർ നേരിൽ കണ്ടു. കാട്ടുപൂച്ചയ്ക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചത്തു. പഞ്ചായത്ത് അംഗം KP രാജുവിന്റെ നേതൃത്വത്തിൽ പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് വനപാലക സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെയും പ്രദേശത്ത് പശു, പട്ടി ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ പുലി, ആന, കാട്ടുപോത്ത് എന്നിവയുടെ ഉൾപ്പെടെ ശല്യം രൂക്ഷമാണ്. വനംവകുപ്പ് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഞങ്ങളാണെങ്കിൽ ഈ പട്ടിയുടെ അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇവിടെ പട്ടിയാണ് എന്താണെന്ന് മനസ്സിലായില്ല, അലക്കുന്നതായിട്ട്. അന്നേരം നോക്കിയപ്പം പാക്കാണ്ട് ആദ്യം മനസ്സിലായിട്ട് പുലിയാണ്, പൂച്ചയാണ്, പട്ടിയാണ് കടികൂടുമെന്ന് വിചാരിച്ച്. അന്നേരം നോക്കിയപ്പോഴാണെങ്കിൽ പുലിയും പാക്കാണ്ടാണെന്ന് മനസ്സിലായി. അന്നേരം ഞാനാണെങ്കിൽ അച്ഛനെ വിളിച്ച്, അന്നത്തേനും അച്ഛൻ അവിടെ പുലിയാണ് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും വന്ന് അന്നത്തേനും അതിന് മുന്നേ അത് അവിടുന്ന് ചാടി ആ വീടിൻ്റെ തിണ്ണയുടെ അതുവഴി അങ്ങോട്ട്. ഒരു 9 മണി സമയമായപ്പോഴാണ് ആൾക്കാർ വിളിക്കുന്നത്, പുലി കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം തന്നെ ഞാൻ ഓടി ഈ പുലിയെ കണ്ട സ്ഥലത്തെത്തി. ഞങ്ങൾ ഇവിടെല്ലാം നോക്കി ഇങ്ങനെ മേപ്പോട്ട് കാട്ടിനകത്തോട് നോക്കിയപ്പോൾ അവിടെ ഒരു കാട്ടുപൂച്ചയെ നല്ലവണ്ണം കടി കൊണ്ട് ചാവറെ കിടക്കുമായിരുന്നു. അതിപ്പോൾ ചത്തു. ആ കാട്ടുപൂച്ച കടിക്കുന്നതാണ് ഇവിടെ നിന്ന് നാട്ടുകാർ കണ്ടത്. തൊട്ടടുത്ത വീട്ടിലെ രാധാമണിയും അവരുടെ മക്കളും എല്ലാവരും കണ്ടു. നല്ല വ്യക്തമായിട്ട് പുലിയാണെന്ന് കണ്ടവർ. എന്തായാലും ഇതൊരു അംബേദ്കർ കോളനിയാണ്, അംബേദ്കർ ഗ്രാമമാണ്. എല്ലാവരും അടുത്തടുത്ത് തിങ്ങി പാർക്കുന്നൊരു മേഖലയാണ്. ഈ പുലിയുടെ ഒരു സാന്നിധ്യം അത് എന്തായാലും എല്ലാവർക്കും ഒരു ഭയമാണ് ഉള്ളിലുള്ളത്. എല്ലാ നാട്ടുകാർക്കെല്ലാം ആകെ ഒരു ഭയത്തിലാണിപ്പം. കാരണം ഇത്രയും ജനവാസ കേന്ദ്രമായ സ്ഥലത്ത് പോലും വന്യജീവികൾ ഇറങ്ങി തുടങ്ങിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അധികാരികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട്, ഫോറസ്റ്റുകാരൊക്കെ വരുന്നുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഈ പുലിയെ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചേ മതിയോ. കാരണം ഏതാണ്ട് 100-500 കുടുംബങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നൊരു മേഖലയാണ്. മാങ്കോട് വാർഡാണ്, അംബേദ്കർ കോളനിയാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ ഭീതിയിലും വിഷമത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിസ്സാര രോഗങ്ങളുമായി എത്തുന്നവരെ പോലും റഫർ ചെയ്യുന്നത് പതിവാകുന്നതായി പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് ഇവിടെ നിന്നും രോഗികളെ റഫർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കൈമുറിഞ്ഞ പുനലൂർ സ്വദേശി സാവിത്രി അമ്മയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരുന്നു. സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അനാസ്ഥയാണ് ഫലപ്രദമായ ചികിത്സ ലഭിക്കാത്തതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളെയാണ് നിസാര പ്രശ്നങ്ങൾക്ക് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നതായി ആക്ഷേപമുയർന്നിട്ടുള്ളത്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ഡോക്ടർമാരുടെ പ്രവർത്തന സമയം. എങ്കിലും പലരും ഡ്യൂട്ടിക്ക് എത്തുന്നത് 10 മണിയോടെയാണ്. അതിൽ ചിലരാകട്ടെ നേരത്തെ മടങ്ങുകയും ചെയ്യുന്നു. ചികിത്സ തേടിയെത്തുന്ന രോഗികളിൽ വലിയൊരു വിഭാഗത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പുനലൂർ സ്വദേശി സാവിത്രി അമ്മയെ കൈമുറിഞ്ഞ നിലയിൽ ആശുപത്രി എത്തിച്ചപ്പോഴും ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. തേങ്ങ പതിച്ചപ്പോഴാണ് ഇവരുടെ കൈമുറിഞ്ഞത്. റഫർ ചെയ്തതോടെ സാവിത്രി അമ്മയും കൂടെ ഉണ്ടായിരുന്നവരും പരിഭ്രാന്തരായി. എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നഖം നീക്കി സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥിതിയിലുള്ള രോഗികളെ പോലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ്. ഡോക്ടർമാർ കനത്ത അനാസ്ഥയാണ് ഇവിടെ പുലർത്തുന്നതെന്ന് രോഗികൾ പരാതിപ്പെടുന്നു. താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മികച്ച ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ചികിത്സാ പിഴവ് മൂലം ഏറെ പരികെട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരെയെല്ലാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ റഫർ ചെയ്യുകയാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ താലൂക്ക് ആശുപത്രിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആശുപത്രിയിൽ എത്തുന്നവർക്ക് പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങാനാണ് പലപ്പോഴും ഡോക്ടർമാരുടെ നിർദ്ദേശം. ഫാർമസിയിൽ പ്രധാന മരുന്നുകളൊന്നും ഉണ്ടാകാത്ത സ്ഥിതി.
ഉച്ച കഴിഞ്ഞ് രോഗികളെത്തുമ്പോൾ മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാരുമില്ല. 98 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം തല ഉയർത്തി നിൽക്കുമ്പോഴാണ് ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കാൻ ഡോക്ടർമാർ തയ്യാറാകാത്തത്. ഡോക്ടർമാർ സമയത്തിനെത്താത്തത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധമുയരുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്താണ് അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ വനിതാ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ലക്ഷങ്ങൾ മുടക്കിയാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രമാണ് തുറന്നു നൽകാത്തത്. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങളായിട്ടും പഞ്ചായത്ത് അധികൃതർ വിശ്രമ കേന്ദ്രം തുറന്നു നൽകാൻ തയ്യാറായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കിയാണ് വനിതകൾക്കായി വിശ്രമ കേന്ദ്രം ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചത്. നിലവിൽ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുമൂലം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അടിയന്തരമായി വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു നൽകാൻ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. ഓച്ചിറയിൽ അടിപ്പാത പര്യാപ്തമല്ലെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിയുടെ മുൻവശം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടത് തുറക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നും എല്ലാ മാസവും ശബരിമലയ്ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ഉപയോഗിക്കുമെന്നും ക്ഷേത്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണ നിബന്ധനകൾക്ക് വിധേയമായും എന്റെ പരമാവധി കഴിവ്. ഓച്ചിറയിൽ എലിവേറ്റർ ഹൈവേ നിർമ്മിക്കണമെന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിവിധ ഉത്സവങ്ങൾ നടക്കുന്ന ഓച്ചിറയിൽ അടിപ്പാത പര്യാപ്തമല്ല. ഉത്സവ സമയങ്ങളിൽ വലിയ തിരക്കുള്ളപ്പോൾ കോട്ട പോലെ രണ്ട് വശവും കെട്ടിയാലുണ്ടാകുന്ന അപകടം ചെറുതല്ല. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി എലിവേറ്റർ ഹൈവേ നിർമ്മിക്കണമെന്നാണ് പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടത്. പരബ്രഹ്മ ആശുപത്രിയുടെ മുൻഭാഗം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിരിക്കുകയാണ്. നിലവിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ചുറ്റിക്കറങ്ങി വേണം ആശുപത്രിയിലെത്താൻ. അതിനാൽ അടിയന്തരമായി അടച്ച ഭാഗം തുറന്നു നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. എല്ലാ മലയാള മാസവും ഓച്ചിറയിൽ നിന്നും ശബരിമലയിലേക്കുണ്ടായിരുന്ന KSRTC ബസ് പുനഃസ്ഥാപിക്കണം. ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമായി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഒരു വലിയ മത്സരത്തിൽ കൂടി കടന്നു വന്നവരാണ്. 52 കരകളിൽ ഏകദേശം ഒരു വർഷം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനും അതിനുശേഷം ഘട്ടഘട്ടമായി 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുത്തു വന്ന ഭരണസമിതികളാണ്. വാശിയേറിയ മത്സരങ്ങളായിരുന്നു കരയിൽ. പ്രസിഡന്റ് R രാജീവ് കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, V സാഗർ, NDV, PK വിക്രമൻ, K പത്മകുമാർ, CR കുസുമൻ, B ശിവപ്രസാദ്, C നന്ദകുമാർ, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ജനവാസ മേഖലയിൽ അറവു മാലിന്യം ഉൾപ്പെടെ തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. റോഡരികിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ കുഴിക്കാട്, ഇടത്തറ, പാതിരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അറവു മാലിന്യം തള്ളുന്നത്. തെരുവുനായ ശല്യവും ദുർഗന്ധവും പക്ഷികൾ കിണറ്റിലുൾപ്പെടെ മാലിന്യം കൊണ്ടിടുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ റോഡരികുകളിലും ജലാശയങ്ങളിലും തള്ളുന്നത്. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അനധികൃത കശാപ്പുകാരുടെ ഭീഷണിയും ഉണ്ടാകുന്നു. പത്തനാപുരം പഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ നിരന്തരമായിട്ട് ഇങ്ങനെ അറവ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഞ്ചായത്തിലും അധികൃതർക്കും പരാതി നൽകി കുറച്ചൊക്കെ ശമനം കിട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ വീണ്ടും റോഡിലും തോടിൻ്റെ സൈഡുകളിലും മറ്റ് പുരയിടങ്ങളിലൊക്കെ അറവ് മാലിന്യങ്ങൾ ഇടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ട് ഇതിന് ഒരു അറുതി വരുത്തണമെന്നും, ഇല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിലേക്കും പഞ്ചായത്തിലേക്കും സമരങ്ങൾ പോലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിലും പഞ്ചായത്തിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. ചവറ BC ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ വാർഷിക പരിപാടികളാണ് സമാപിച്ചത്. സാംസ്കാരിക സദസ്സും നടത്തി. ചവറ BC ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ 6ാമത് വാർഷിക പരിപാടികളാണ് സമാപിച്ചത്. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തുമായ സന്തോഷ് എച്ചുകാനം, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ വിനോയ് തോമസ്, അഭിനേത്രിയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് എന്നിവരാണ് സാംസ്കാരിക സദസ്സിൽ പങ്കെടുത്തത്. ചവറ A. ബാലചന്ദ്രൻ സ്മൃതി കവിതാ പുരസ്കാരം നേടിയ ഹേമാറ്റി തൃക്കാക്കരയ്ക്ക് പുരസ്കാരം സന്തോഷ് എച്ചുകാനം സമ്മാനിച്ചു. ലൈബ്രറിയിലെ മികച്ച വായനക്കാർക്ക് നൽകുന്ന വിദ്യാരേവതി അവാർഡ്, ക്വിസ് മത്സര വിജയികൾക്കുള്ള അവാർഡുകൾ, വിവിധ ആദരവുകൾ എന്നിവയും നടന്നു. BC ലൈബ്രറി പ്രസിഡന്റ് CA ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിജി, രജിത S തുടങ്ങിയവർ പങ്കെടുത്തു. ബാലോത്സവം, UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരം, PS കൃഷ്ണകുമാറിന്റെ നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന പുസ്തകത്തിന്റെ ചർച്ച എന്നിവയും സംഘടിപ്പിച്ചു. പുസ്തക ചർച്ചയിൽ അഖിൽ P ധർമ്മജൻ, ആര്യ P നായർ, വിജയകുമാർ V എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഗാന്ധിജി ഒരു പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് മറ്റേ രാമേന്ദ്ര ഗുഹ എഴുതിയ അദ്ദേഹത്തിന്റെ, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. രാമേന്ദ്ര ഗുഹ എഴുതിയ പുസ്തകം അദ്ദേഹത്തിന്റെ ഗാന്ധിയെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ എഴുതിയൊരു വ്യക്തിയാണ്. ഗാന്ധിജി എന്ന് പറഞ്ഞ പുസ്തകം തന്നെയുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷം എന്നൊക്കെ പറയുന്ന പുസ്തകം വേറെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗാന്ധിജിയെ കുറിച്ചിട്ട് വളരെ ശക്തമായിട്ട് എഴുതിയ ഒരു ആളാണ് രാമേന്ദ്ര ഗുഹ. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ പരിസ്ഥിതി സ്നേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതുണ്ട്, കുട്ടികൾക്ക് എങ്ങനെ പരിസ്ഥിതി സ്നേഹം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കും. അതായത് അദ്ദേഹം വൈകുന്നേരമായി അപ്പോ ചർക്കയിൽ നൂൽക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത ചൂടിലൊരുങ്ങി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെട്ടേക്കും. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പത്തനാപുരം മാങ്കോട് വാർഡിലാണ് പുലിയിറങ്ങിയത്. പുലിയെ കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നു. ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് 19 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. 3 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.